തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഒരു ഡയലോഗ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയുന്ന ഡയലോഗാണ്. പക്ഷേ ഇനി അഥവാ ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ ഡയലോഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. ചന്ദ്ര ചതിച്ചു, പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ചന്ദ്ര ചതിച്ചു, പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. അപ്പോൾ ചന്ദ്രയെ ചതിച്ചു, ഇതെങ്ങനെ നമ്മൾ പറയാം? നമ്മൾ മലയാളത്തിൽ നമുക്ക് ഇതൊക്കെ എളുപ്പം പറയാം, ഇംഗ്ലീഷിൽ വരുമ്പോഴാണ് പ്രശ്നമാവുക. ചന്ദ്ര വി ആർ ഡൂംഡ്, നമ്മുടെ കാര്യം കഷ്ടത്തിലാണ്. വി ആർ ഡൂംഡ്, ഈ വാക്കൊന്ന് പഠിച്ചു വെക്കാം. ചന്ദ്ര വി ആർ ഡൂംഡ്. പ്രൈവറ്റ് ബസ് പെട്ടെന്ന് പണിമുടക്കി. ദ പ്രൈവറ്റ് ബസ്സസ് സഡൻലി വെന്റ് ഓൺ സ്ട്രൈക്ക്. ഈ ഗോ ഓൺ സ്ട്രൈക്ക് എന്നാണ് സമരത്തിന് പോവുക എന്നുള്ളതിന് പറയാം. അപ്പോൾ പണിമുടക്കി പാസ്റ്റ് ടെൻസ്, വെന്റ് ഓൺ സ്ട്രൈക്ക്. ദ പ്രൈവറ്റ് ബസ്സസ് സഡൻലി വെന്റ് ഓൺ സ്ട്രൈക്ക്. അപ്പൊ ഇനി നെക്സ്റ്റ് ഡയലോഗ് നോക്കാം. അയ്യോ, പിന്നെ നമ്മൾ ഈ പെണ്ണിനെ തന്നെ എന്ത് ചെയ്യും? അയ്യോ, അപ്പൊ നമ്മൾ ഈ പെണ്ണിനെ തന്നെ എന്ത് ചെയ്യും? അതാണ് ചോദിക്കുന്നത്. അതെങ്ങനെ പറയും? അയ്യോ എന്നുള്ളതിന് ഒരു എക്സാക്ട് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ എനിക്കറിയില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡ് ലോർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗോഡ് അങ്ങനെയൊക്കെ പറയാം. വാട്ട് വിൽ വി ഡു വിത്ത് ദിസ് ഗേൾ ആൻഡ് ഹർ ഫാദർ? നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വിൽ വി ഡു വിത്ത് ദിസ് ഗേൾ ആൻഡ് ഹർ ഫാദർ? അവളുടെ അച്ഛനും. വാട്ട് വിൽ വി ഡു വിത്ത് ദിസ് ഗേൾ ആൻഡ് ഹർ ഫാദർ? തൽക്കാലം നിന്റെ വീട്ടിലും താമസിപ്പിക്കാൻ പറ്റുമോ? കൂടുതലുള്ള ആൾ എന്താ പറയണേ? തൽക്കാലം നിന്റെ വീട്ടിലൊന്നും താമസിപ്പിക്കാൻ പറ്റുമോ? അതെങ്ങനെ പറയും? തൽക്കാലം നിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ? ക്യാൻ വി മേക്ക് സം അറേഞ്ച്മെന്റ്സ് അറ്റ് യുവർ ഹോം? നിന്റെ വീട്ടിൽ ഫോർ നൗ, ഇപ്പോഴത്തേക്ക്. ഫോർ നൗ എന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്ക്. ക്യാൻ വി മേക്ക് സം അറേഞ്ച്മെന്റ്സ് അറ്റ് യുവർ ഹോം ഫോർ നൗ? നാടകം നടത്തിയതിനെ മൂപ്പരാൻ ചൂടായിരിക്കുക. ഇനി നടിയും കൂടെ അങ്ങോട്ട് നല്ല പുകിലായിരിക്കും. He is already mad at me for hosting the play. He is already mad at me എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ അടുത്ത് ഭയങ്കര എന്താ പറയുക പ്രശ്നമായിട്ട് ഇരിക്കുകയാണെങ്കിൽ he is mad at me എന്ന് പറയാം. He is already mad at me for hosting the play. നാടകം നടത്തുക, അത് hosting the play എന്നാണ് പറയാം. നാടകത്തിൽ നിന്ന് ഡ്രാമ എന്ന് പറയും, പ്ലേ എന്നും പറയും. പ്ലേ എന്നുള്ള യൂസേജ് ആണ് എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത് ഉപയോഗിക്കാം. He is already mad at me for hosting the play. ഇനിയിപ്പോൾ നടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ നല്ല പുകിലായിരിക്കും. ഇതെങ്ങനെ പറയും? ഈ പുകിലായിരിക്കും എന്നൊക്കെ എങ്ങനെ പറയും? catastrophic എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. ഒരു കാറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദുരന്തം എന്നാണ് അർത്ഥം. ഇറ്റ് വിൽ ബി catastrophic if I go home with the actress. ഇറ്റ് വിൽ ബി catastrophic if I go home with the actress. ആക്ട്രസിന്റെ കൂടെ വീട്ടിലേക്ക് പോയാൽ. ഇതിൽ ഗോ ടു ഹോം എന്നല്ല, ഗോ ഹോം. അപ്പോൾ ഗോ ഹോം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോവുക എന്നാണ് അർത്ഥം കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്ത ആൾക്കാർ ഞാൻ ലിങ്ക് കൊടുക്കുക, അത് കണ്ടിട്ട് വരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് വിൽ ബി catastrophic if I go home with the actress. അപ്പൊ ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് പപ്പു വന്നിട്ട് എന്താ പറയണേ? അല്ല, ബസ്സൊന്നും കാണുന്നില്ലല്ലോ. അതെങ്ങനെ പറയും? ഈ അല്ല എന്നുള്ളത് പറയുന്നതിന് എന്ത് ഇംഗ്ലീഷിൽ പറയാം? ബൈ ദ വേ. ബൈ ദ വേ. ബൈ ദ വേ എന്നിട്ടുള്ള ഫ്രേസ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസ് ആണ്. അപ്പൊ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും കോൺവെർസേഷനിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയൊരു ഫ്രേസ് ആണ് ബൈ ദ വേ. ബസ് കാണുന്നില്ലല്ലോ, അതെങ്ങനെ പറയും? ദ ബസ് ഇസ് നോ വെയർ ടു ബി സീൻ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കാവുന്ന ഫ്രേസ് ആണ് നോ വെയർ എന്ന് വെച്ചാൽ എവിടെയും. ദ ബസ് ഇസ് നോ വെയർ ടു ബി സീൻ. അപ്പോൾ ബൈ ദ വേ ദ ബസ് ഇസ് നോ വെയർ ടു ബി സീൻ. പക്ഷേ ഇത് അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആണ്. അല്ല, ബസ് കാണാനില്ലല്ലോ എന്നുള്ളതിന് കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്താൽ ഇങ്ങനെ വരും. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ബൈ ദ വേ വേഴ്സ് ദ ബസ്, വേഴ്സ് ദ ബസ്. ബൈ ദ വേ വേഴ്സ് ദ ബസ്. ബസ് എവിടെയാ എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബൈ ദ വേ വേഴ്സ് ദ ബസ്. ബസ്സുകാർ പെട്ടെന്ന് പണി മുടക്കി. അപ്പൊ ബസ്സുകാർ പെട്ടെന്ന് പണി മുടക്കി എന്നാണ് ആൾ ഉത്തരം പറയുന്നത്. അതെങ്ങനെ പറയും? നമ്മൾ നേരത്തെ പഠിച്ച അതേ ഡയലോഗ്. ദ ബസ് ഓപ്പറേറ്റേഴ്സ് വെന്റ് ഓൺ എ സഡൻ സ്ട്രൈക്ക്. ദ ബസ് ഓപ്പറേറ്റേഴ്സ് വെന്റ് ഓൺ എ സഡൻ സ്ട്രൈക്ക്. ദ ബസ് ഓപ്പറേറ്റേഴ്സ് വെന്റ് ഓൺ എ സഡൻ സ്ട്രൈക്ക്. ആ വെന്റ് ഓൺ എ സ്ട്രൈക്ക് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പൊ പപ്പ എന്താ പറയുന്നത്? അല്ല, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ അതിനെങ്ങനെയാ പറയാ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ അതിനുള്ള ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല, അതുപോലെ അർത്ഥം വരുന്നൊരു ഫ്രേസ് എന്താണെന്ന് വെച്ചാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ്? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? ഹൗ ക്യാൻ യു സേ ദാറ്റ്? നാളെ മീനാക്ഷിപുരത്ത് നാടകത്ത് എത്താമെന്ന് നമ്മൾ വാക്ക് കൊടുത്തതാ. അതെങ്ങനെ പറയും? വാക്ക് കൊടുക്കുക, ടു മേക്ക് എ പ്രോമിസ്. അതാണ് വാക്ക് കൊടുക്കുക. വി മെയ്ഡ് എ പ്രോമിസ് എന്ന് പറയാം, അല്ലെങ്കിൽ വി പ്രോമിസ്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സോ വി പ്രോമിസ്ഡ് ദാറ്റ് വി വുഡ് ബി അറ്റ് ദ പ്ലേ അറ്റ് മീനാക്ഷിപുരം ടുമോറോ. വി പ്രോമിസ്ഡ് ദാറ്റ് വി വുഡ് ബി അറ്റ് ദ പ്ലേ അറ്റ് മീനാക്ഷിപുരം ടുമോറോ. അപ്പോൾ പ്ലേസ് റെഫർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആറ്റ് വെച്ചിട്ടാണ്, അറ്റ് മീനാക്ഷിപുരം. പിന്നെ ആ നാടകത്തിന് അതിനും അറ്റ് ദ പ്ലേ എന്നാണ് പറയാം. വി പ്രോമിസ്ഡ് ദാറ്റ് വി വുഡ് ബി അറ്റ് ദ പ്ലേ അറ്റ് മീനാക്ഷിപുരം ടുമോറോ. ബസ്സുകാർ പണി മുടക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ബസ്സുകാർ പണി മുടക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അതെങ്ങനെ പറയും? വാട്ട് കെൻ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യാനാ? വാട്ട് കെൻ വി ഡു ഫോർ ദ ബസ് ഓപ്പറേറ്റേഴ്സ് ഗോയിങ് ഓൺ സ്ട്രൈക്ക്. ബസ്സുകാർ പണി മുടക്കിയതിന് ഫോർ ദ ബസ് ഓപ്പറേറ്റേഴ്സ് ഗോയിങ് ഓൺ സ്ട്രൈക്ക്. സോ വാട്ട് കെൻ വി ഡു ഫോർ ദ ബസ് ഓപ്പറേറ്റേഴ്സ് ഗോയിങ് ഓൺ സ്ട്രൈക്ക്? അത് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും അല്ലേ? അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? വാട്ട് കെൻ വി ഡു ഫോർ ദാറ്റ്? നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വാട്ട് വിൽ യു ഡു. അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം, വാട്ട് വിൽ വി ഡു. ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വാട്ട് വിൽ വി ഡു. വാട്ട് വിൽ വി ഡു ഇഫ് യു ആസ്ക് വാട്ട് വിൽ യു ഡു. ഞങ്ങൾ നിങ്ങളുടെ നാടകത്തിന് വന്നതാ, തിരിച്ചു കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഞങ്ങൾ നിങ്ങളുടെ നാടകത്തിന് വന്നതാന്നാ പപ്പു പറയണേ. അങ്ങനെ പറയാ, വി ഹാവ് കം ഹിയർ ഫോർ യുവർ പ്ലേ. ഞങ്ങൾ ഇവിടെ വന്നത്, വി ഹാവ് കം ഹിയർ ഫോർ യുവർ പ്ലേ. തിരിച്ച് കയറ്റി വിടേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ഉത്തരവാദിത്തം അതെങ്ങനെ പറയും, റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ അവർ റിട്ടേൺ ട്രിപ്പ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ അവർ റിട്ടേൺ ട്രിപ്പ്. അപ്പോൾ പറയുന്നത് എന്താ, പപ്പു സജസ്റ്റ് ചെയ്യുന്നത് എന്താ, ഒരു ടാക്സി വിളിയടാ. അതെങ്ങനെ പറയും, കോൾ എ ടാക്സി ഡ്യൂഡ്. ഡ്യൂഡ് എന്നുള്ള വാക്ക് നമുക്ക് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോർമൽ കോണ്ടെക്സ്റ്റിൽ എന്ന് വെച്ചാൽ ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ്സിലോ ഒന്നും ഡ്യൂഡ് എന്ന് പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ അനിയൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ നമ്മൾ വളരെ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡ്യൂഡ്. കോൾ എ ടാക്സി ഡ്യൂഡ്. അയ്യോ അത് വലിയ ചെലവാ, ഞങ്ങളുടെ അത്രയൊന്നും ഇല്ല. അപ്പോൾ ടാക്സി വിളിക്കാൻ പറഞ്ഞപ്പോൾ ആൾ പറയണത്, അയ്യോ അത് ഭയങ്കര ചിലവാണ്, ഞങ്ങളുടെ കയ്യിൽ അത്രയൊന്നും ഇല്ല, അത് ഭയങ്കര ചിലവാണ്. അതെങ്ങനെ പറയും, ഓ ദാറ്റ്സ് റിയലി എക്സ്പെൻസീവ്. ചിലവ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ്. ഓ ദാറ്റ്സ് റിയലി എക്സ്പെൻസീവ്, ഞങ്ങളുടെ കയ്യിൽ അത്രയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. വി കനോട്ട് അഫോർഡ് ദാറ്റ്. അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, വി കനോട്ട് അഫോർഡ് ദാറ്റ്. അഫോർഡിങ് സംതിങ് എന്ന് വെച്ചാൽ അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആ സ്ഥിതി ഉണ്ടാവുക. വി കനോട്ട് അഫോർഡ് ദാറ്റ്. ഇത്രയും കാശ് നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ സോറി ഐ കനോട്ട് അഫോർഡ് ദാറ്റ് എന്ന് പറയാം. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. അപ്പോഴാണ് പപ്പു പറയണേ, ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. അതെങ്ങനെ പറയും, ഇതും നമുക്ക് ആരെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ കളിക്കാൻ വന്നാൽ പറയാലേ, എൻ്റെ അടുത്ത് കളിക്കണ്ട. അതെങ്ങനെ പറയും, ഡോണ്ട് ട്രൈ ടു മെസ് വിത്ത് ദിസ് ചാക്കുട്ടി. ഇവിടെ ചാക്കുട്ടി പേരുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് മീ എന്ന് പറയാം. ഡോണ്ട് ട്രൈ ടു മെസ് വിത്ത് മീ. ഡോണ്ട് ട്രൈ ടു മെസ് വിത്ത് മീ. ടു മെസ് വിത്ത് സമ്മൺ എന്ന് വെച്ചാൽ ആരെങ്കിലും ദേഷ്യം പിടിപ്പിക്കാൻ പോവുക. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ചാക്കുട്ടി അടഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി, അങ്ങനെയാണ് പറയുന്നത്. ഈ തൊട്ടിക്കൊന്നും ഇംഗ്ലീഷ് വാക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ചാക്കുട്ടി അടഞ്ഞാൽ, ഇത് ഇമ്പോർട്ടൻ്റാ. എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ, ഇഫ് യു മെസ് വിത്ത് മീ എന്ന് പറഞ്ഞേക്കാളും നല്ലത് ടിക്ക് മീ ഓഫ് എന്നൊരു പ്രയോഗമുണ്ട്. ടിക്ക് മീ ഓഫ്. ഇഫ് യു ടിക്ക് മീ ഓഫ് ഐ വിൽ ബി നാസ്റ്റി. ഇഫ് യു ടിക്ക് മീ ഓഫ്, എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ, ഞാൻ ഭയങ്കര അലമ്പായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി റിയലി നാസ്റ്റി. ഇഫ് യു ടിക്ക് മീ ഓഫ് ഐ വിൽ ബി റിയലി നാസ്റ്റി. ചേട്ടൻ ബഹളം വെക്കാതെ, ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവർ. മറ്റേ പറയാം, ചേട്ടൻ ബഹളം വെക്കാതെ, ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. ചേട്ടൻ ബഹളം വെക്കാതെ എന്നെങ്ങനെ പറയാ. ഈ ബഹളം വെക്കുന്നതിന് റക്കസ്, കോസിങ് എ റക്കസ് എന്ന് പറയും. പ്ലീസ് ഡോണ്ട് മേക്ക് എ റക്കസ്. പ്ലീസ് ഡോണ്ട് മേക്ക് എ റക്കസ്. ഞങ്ങളിവിടെ അറിയപ്പെടുന്ന ഫാമിലീസ് ഉള്ള അങ്ങനെ പറയും, വി ബിലോങ് ടു വെൽ നോൺ ഫാമിലീസ്. വി ബിലോങ് ടു വെൽ നോൺ ഫാമിലീസ്. എന്നാ ടാക്സി വിളിയുടെ ഏതാണ് പിന്നെ പപ്പു പറയണത്. എഗെയിൻ നമ്മൾ നേരത്തെ പഠിച്ചതന്നെ. ദെൻ കോൾ ദ ടാക്സി ഡ്യൂഡ്. എന്നാ ടാക്സി വിളിക്കേ. ദെൻ കോൾ ദ ടാക്സി ഡ്യൂഡ്. എന്തേലും വഴി ഉണ്ടാക്കാം, ചേട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കും, അങ്ങനെയാണ് പറയുന്നത്. എന്തേലും വഴി ഉണ്ടാക്കാം. ഇതെങ്ങനെ പറയും, വി വിൽ ഫൈൻഡ് എ വേ. വി വിൽ ഫൈൻഡ് എ വേ. ഒരു വഴി ഉണ്ടാക്കാം എന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ വഴി, വേ. വി വിൽ ഫൈൻഡ് എ വേ. ചേട്ടൻ ബഹളം ഉണ്ടാക്കാതിരിക്കും. പ്ലീസ് കാം ഡൗൺ. പ്ലീസ് കാം ഡൗൺ. ഒന്ന് സമാധാനമായിട്ടിരിക്കുക. പ്ലീസ് കാം ഡൗൺ. അപ്പോൾ പപ്പു പറയുന്ന ഉണ്ടാക്കുന്ന ഡു വാട്ട് എവർ യു ക്യാൻ, അങ്ങനെ പറയാം. ഞാൻ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ചെയ്യ് എന്ന് പറയുമ്പോൾ ചെയ്യ് എന്നുള്ളത് ആ ഒരു ഫീലിങ്ങിൽ, ആ ഒരു മൂഡിൽ പറയാൻ പറ്റുന്നതാണ് ഡു വാട്ട് എവർ യു ക്യാൻ. ഓക്കെ, ഡു വാട്ട് എവർ യു ക്യാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഒരു ഫോർമൽ കോൺവെർസേഷൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ഒരു ഇൻഫോർമൽ കോൺടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ വേണം അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലിട്ട് അറിയിക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.